മോംസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. നോർമൽ ഡെലിവറി കഴിഞ്ഞാൽ 30 മിനിറ്റ് തൊട്ട് മാക്സിമം 1 മണിക്കൂറിനുള്ളിൽ കുട്ടിക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സിസേറിയൻ കഴിഞ്ഞാൽ മാക്സിമം പോയാൽ ഒരു 4 അവേഴ്സിനുള്ളിൽ. 4 അവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് എന്തെങ്കിലും അനസ്തേഷ്യൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വിട്ട് വരുന്ന ഒരു സമയമാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഈ സമയത്തിനുള്ളിൽ കുട്ടിക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. പണ്ടൊക്കെ അമ്മമാർ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം വരുന്ന കൊളസ്ട്രം എന്ന മഞ്ഞപ്പാല് കളഞ്ഞിട്ട് കുട്ടിക്ക് ബാക്കി കൊടുക്കുകയാണ് പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതാണ് കുട്ടിക്ക് കിട്ടേണ്ട ഏറ്റവും നല്ല ന്യൂട്രിയൻ്റ് എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ ഒരുപാട് ഇമ്മ്യൂണിറ്റി പവർ അടങ്ങിയിട്ടുണ്ട്. കുട്ടികൾക്ക് ഭാവിയിൽ പല അസുഖങ്ങൾ വരാതിരിക്കാനുള്ള ഒരുപാട് ന്യൂട്രിയൻസ് ഈ കൊളസ്ട്രത്തിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കൊളസ്ട്രം ഒരിക്കലും കളയരുത്, കുട്ടിക്ക് അത് കൊടുക്കുക തന്നെ ചെയ്യണം. അതാണ് നിങ്ങൾ ആദ്യമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 6 മാസം വരെ കുട്ടിക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക. ബ്രസ്റ്റ് ഫീഡ് മാത്രം ചെയ്യുക, വെള്ളവും കൊടുക്കേണ്ട. അതുപോലെ തന്നെ ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടെങ്കിൽ കുട്ടിക്ക് ഫോർമുലയോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ 2 വയസ്സ് വരെ ഫുഡിന്റെ കൂടെ നിങ്ങൾ ഈ ബ്രസ്റ്റ് ഫീഡ് കണ്ടിന്യൂ ചെയ്യുക. കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടാനും കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനും ഒക്കെ ബ്രസ്റ്റ് മിൽക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിന് പകരമായിട്ട് മറ്റ് പലതിനെയും ആശ്രയിക്കുമ്പോൾ കുട്ടിക്ക് അതിനനുസരിച്ചുള്ള ഇമ്മ്യൂണിറ്റിയിലൊക്കെ കുറവുണ്ടാവും. അപ്പോൾ ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടെങ്കിൽ മാക്സിമം ബ്രസ്റ്റ് മിൽക്ക് മാത്രം കൊടുക്കുക. അപ്പോൾ പലരും കമന്റ് സെക്ഷനിൽ എന്നോട് ചോദിച്ചിട്ടുണ്ട്, അതായത് ലോങ് ട്രാവലിനൊക്കെ പോകുമ്പോൾ കുട്ടിക്ക് ഫോർമുല കൊടുത്തോട്ടെ എന്ന്. ബ്രസ്റ്റ് മിൽക്ക് ഉള്ളപ്പോൾ ഫോർമുല കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. കുറച്ച് കഷ്ടപ്പെട്ടാൽ പോലും ബ്രസ്റ്റ് മിൽക്ക് മാത്രം കുട്ടിക്ക് കൊടുക്കുക. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. കാരണം ഈ ഫോർമുലയുടെ പ്രൊപ്പോർഷൻ ഒന്ന് തെറ്റിയാൽ കുട്ടിക്ക് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. മാത്രവുമല്ല കുട്ടിക്ക് എല്ലാ ഫോർമുലയും ഒന്നും പിടിക്കില്ല. അപ്പോൾ നമ്മൾ കുട്ടിക്ക് ടെസ്റ്റ് ഒന്നും ചെയ്യാതെ പെട്ടെന്ന് ഒരു ദിവസം ട്രാവലിങ്ങിന് പോകുമ്പോൾ കുട്ടിക്ക് ആ ഫോർമുല മിൽക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ അത് കുട്ടിക്ക് ചിലപ്പോൾ ഒരുപാട് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. വെറും കഫക്കെട്ടിൽ മാത്രമല്ല, കുട്ടിക്ക് ലൂസ് മോഷനും അതുപോലെയുള്ള ഒരുപാട് ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് മാത്രം കൊടുക്കുക. അതല്ല നിങ്ങൾ ഫോർമുല ഫീഡാണ് ചെയ്യുന്നതെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഫോർമുല ഫീഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ ബ്രസ്റ്റ് മിൽക്ക് കുറഞ്ഞ കേസസിലും നിങ്ങൾക്ക് ഫോർമുല ഫീഡ് ചെയ്യാം. അതുപോലെ തന്നെ ബ്രസ്റ്റ് മിൽക്ക് ഉള്ള സമയത്ത് ഈ ഫോർമുല മിൽക്ക് കൊടുക്കുമ്പോൾ കുട്ടിക്ക് നിപ്പിൾ കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് കുട്ടിക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന നിപ്പിൾ ഏതാണ്, ഫോർമുല ഫീഡ് ചെയ്യുന്ന നിപ്പിൾ, ബോട്ടിലിൻ്റെ നിപ്പിൾ ഏതാണെന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ കുട്ടികൾ പതിയെ പതിയെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് നിർത്താനും അവസാനം ടോട്ടലായിട്ടും ബ്രസ്റ്റ് ഫീഡിങ് നിർത്താനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 1 വയസ്സ് കഴിയാതെ കുട്ടികൾക്ക് ആനിമൽ മിൽക്ക് കൊടുക്കരുത്. ഇപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, ഈ ലോകത്തുള്ള എല്ലാ മാമൽസിലും നമ്മൾ മനുഷ്യർ മാത്രമാണ് കുട്ടിക്ക് നമ്മുടെ പാലല്ലാതെ മറ്റൊരു പാല് കൊടുക്കുന്നത്. പക്ഷെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ കുട്ടികൾക്ക് ബ്രസ്റ്റ് മിൽക്കാണ് ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞിട്ടേ മറ്റെന്തും ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ അത്ര ഗുണം മറ്റൊന്നിലും കുട്ടിക്ക് കിട്ടില്ല. അപ്പോൾ മാക്സിമം ബ്രസ്റ്റ് മിൽക്ക് തന്നെ കുട്ടിക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബ്രസ്റ്റ് മിൽക്ക് കുറവാണെങ്കിൽ നിങ്ങൾ കുട്ടിയെ കൊണ്ട് പലതവണ കുടിപ്പിക്കുക. അങ്ങനെ ഓട്ടോമാറ്റിക്കലി ബ്രസ്റ്റ് മിൽക്ക് കൂടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ അടുത്തൊരു വീഡിയോയിൽ ബ്രസ്റ്റ് മിൽക്ക് സപ്ലൈ കൂട്ടാനുള്ള കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും രണ്ടാമത്തെ കാര്യമായിട്ട് നിങ്ങൾ ഈ ബ്രസ്റ്റ് മിൽക്കിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കഴിക്കുന്ന ഫുഡ് അതുപോലെ തന്നെ കുട്ടിക്ക് അഫക്റ്റ് ചെയ്യും. അതായത് നിങ്ങളിപ്പോൾ എരിവുള്ള ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ കുട്ടിയുടെ വയറിലും എരിച്ചിലുണ്ടാകും. അതുപോലെ തന്നെ കുട്ടിക്ക് മോഷൻ പോകുമ്പോഴൊക്കെ എരിച്ചിലുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ട ഫുഡ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് എരിവാണ്. എരിവ് അധികമായിട്ട് ഈ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് കഴിക്കരുത്. എരിവ് കുറച്ചുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ കുട്ടിക്ക് വയറിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. രണ്ടാമത്തത് പൈനാപ്പിൾ ആണ്. പൈനാപ്പിൾ അസിഡിറ്റി ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വയറിന് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. കുട്ടിക്ക് ഗ്യാസ് ഉണ്ടാവാനും അതുപോലെ മോഷൻ പോകുമ്പോൾ അത് പത പോലെ പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. മൂന്നാമത്തത് കോളിഫ്ലവറും ബ്രോക്കോളിയാണ്. ഇപ്പം നിങ്ങൾ ഓർക്കും കോളിഫ്ലവറും ബ്രോക്കോളിയൊക്കെ ലീഫി വെജിറ്റബിൾസ് ആണല്ലോ, അത് കഴിക്കുന്നതുകൊണ്ട് എന്താ പ്രശ്നമെന്ന്. പക്ഷേ ഈ ലീഫി വെജിറ്റബിൾസ് തന്നെ ഏറ്റവും കൂടുതൽ ഗ്യാസ് ഉള്ളത് ഈ കോളിഫ്ലവറിലും ബ്രോക്കോളിയിലുമാണ്. അപ്പോൾ അത് കഴിക്കുന്നതൊന്ന് കുറച്ചേക്കുക. പൂർണ്ണമായിട്ട് നിർത്തുമൊന്നും വേണ്ട, കഴിക്കുന്നത് ജസ്റ്റ് ഒന്ന് കുറച്ചേക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കുറയ്ക്കേണ്ട ഒരു കാര്യമാണ് കോഫി. കോഫി ഒട്ടും കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അതിലുള്ള കഫീൻ കുട്ടികൾക്ക് അത്ര നല്ലതല്ല. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്താണെങ്കിലും ഇത്രയും കാര്യങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കുക. ഇനി നാലാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ധാരാളമായിട്ട് ഭക്ഷണം കഴിക്കുക. ഇപ്പോൾ കുട്ടി ഉണ്ടായ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് തടി കൂടുതലാണെങ്കിൽ തന്നെ നിങ്ങൾ ഡയറ്റ് ചെയ്യാനൊന്നും പോരുത്. നിങ്ങൾ ധാരാളമായിട്ട് തന്നെ ഫുഡ് കഴിക്കുക. എന്നാലാണ് കുട്ടിക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസും വൈറ്റമിൻസും ഒക്കെ കിട്ടുള്ളൂ. നമ്മൾ ഫുഡിൽ കുറവ് കാണിച്ചാൽ കുട്ടിക്ക് കിട്ടുന്ന വൈറ്റമിൻസിലും ന്യൂട്രിയൻസിലും ഒക്കെ അതുപോലെ തന്നെ കുറവുണ്ടാവും. മാത്രമല്ല നമ്മളിപ്പോൾ വിശന്നിരുന്നാണ് കുട്ടിയെ ഫീഡ് ചെയ്യുന്നതെങ്കിൽ ആ ബ്രസ്റ്റ് മിൽക്ക് കുട്ടിയുടെ വയറ്റിലെത്തുമ്പോൾ കുട്ടിക്ക് ഒരു എരിച്ചിലൊക്കെ തോന്നാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്താണെങ്കിലും വയറൊരിക്കലും കാലിയാക്കി വെക്കരുത്. എപ്പോഴും നന്നായിട്ട് ഫുഡ് കഴിക്കുക. അധികം കാലറീസ് ഉള്ള ഫുഡ് കഴിക്കുക. ഇപ്പോൾ ഈ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം 500 തൊട്ട് 600 കാലറീസ് വരെ എക്സ്ട്രാ വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും കിട്ടുന്ന ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കുക. നട്ട്സ് ഒക്കെ ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പിന്നെ അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുട്ടിക്ക് എപ്പോൾ ഫീഡ് ചെയ്താലും കുട്ടിയെ തോളിൽ കിടത്തി തട്ടി കുട്ടിയെ ബർപ്പ് ചെയ്യിക്കുക. അതായത് കുട്ടിക്ക് ഏമ്പക്കം വരുത്തുക. ഇപ്പോൾ ചില കുട്ടികൾക്ക് കുറച്ച് സമയം മതിയാവും, ചില കുട്ടികൾക്ക് അധിക സമയം വേണ്ടി വരും.
പക്ഷെ നിങ്ങൾ ആ ബർപ്പ് ചെയ്യുന്നത് വരെ കൊട്ടണമെന്നാണ് ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നത്. അല്ലെങ്കിൽ കുട്ടിക്ക് വയറിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കുട്ടിക്ക് ഗ്യാസ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. മാത്രമല്ല കുട്ടി വൊമിറ്റ് ചെയ്യാനും ഒക്കെ ചാൻസ് ഉണ്ട്. കുട്ടിയെ തോളിൽ കിടത്തി പതിയെ കുട്ടിയുടെ പുറത്ത് തട്ടി കുട്ടിയെ ബർപ്പ് ചെയ്യിക്കുക. അപ്പോൾ എന്താണെങ്കിലും ഓരോ ഫീഡിന് ശേഷവും കുട്ടിയെ ബർപ്പ് ചെയ്യിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടിയെ ഫീഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ലാച്ച് കറക്റ്റ് ആയിരിക്കണം. ഇപ്പം ലാച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ കറക്റ്റ് പൊസിഷനിൽ പിടിച്ചു വേണം കുട്ടിയെ ഫീഡ് ചെയ്യിക്കാനായിട്ട്. മാത്രമല്ല കുട്ടി നിപ്പിൾ മാത്രമല്ല നിപ്പിളിൻ്റെ ചുറ്റുമുള്ള ആ ഏരിയയും കൂടി കുട്ടിയുടെ വായിനുള്ളിൽ ആക്കണമെന്നുണ്ടെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ കുട്ടിക്കും പ്രശ്നമുണ്ട്, അമ്മയ്ക്കും പ്രശ്നമുണ്ട്. ഇപ്പോൾ കുട്ടി നിപ്പിൾ മാത്രം വായിലിട്ടാണ് സക്ക് ചെയ്യുന്നതെങ്കിൽ കുട്ടിക്ക് ഗ്യാസ് പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നിപ്പിൾ മാത്രം സക്ക് ചെയ്യുമ്പോൾ അമ്മമാർക്കാണെങ്കിൽ നിപ്പിൾ ക്രാക്ക് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് വളരെ പെയിൻഫുൾ ആയിരിക്കും. അപ്പോൾ എന്താണെങ്കിലും ലാച്ചിങ്ങിൻ്റെ കാര്യത്തിൽ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിപ്പിൾ മാത്രമല്ല നിപ്പിളിൻ്റെ ചുറ്റുമുള്ള ഏരിയയും കൂടി കുട്ടി വായിനുള്ളിലാക്കി സക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇപ്പോൾ കുട്ടി നിപ്പിൾ മാത്രമാണ് സക്ക് ചെയ്യുന്നതെങ്കിൽ വായിൽ നിന്ന് പതിയെ എടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ടും കുട്ടിയുടെ വായിനുള്ളിലേക്ക് വെച്ചു കൊടുക്കുക. ഇനി അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ ഡിമാൻഡിനനുസരിച്ച് ഫീഡ് ചെയ്തേക്കുക. 3 മാസം ആവും വരെ സമയം ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കുട്ടി ഡിമാൻഡ് ചെയ്യുമ്പോഴൊക്കെ ഫീഡ് ചെയ്തോളുക. ഇപ്പോൾ കുട്ടി ഡിമാൻഡ് ചെയ്തില്ലെങ്കിൽ മാത്രം 2 മണിക്കൂർ ഇടവിട്ട് കുട്ടിയെ ഫീഡ് ചെയ്യുക. 3 മാസം കഴിയുമ്പോൾ ഒരു ടൈം വെച്ച് ഫീഡ് ചെയ്യുന്നതാണ് നല്ലത്. അതായത് 2 മണിക്കൂർ ഇടവിട്ട് കുട്ടിയെ ഫീഡ് ചെയ്യുക. പക്ഷെ നിങ്ങളിപ്പോൾ ടൈം നോക്കരുത്. അതായത് എൻ്റെ കുട്ടി ഇപ്പോൾ 5 മിനിറ്റേ കുടിച്ചുള്ളൂ, മറ്റേ കുട്ടി 10 മിനിറ്റ് കുടിച്ചു, അല്ലെങ്കിൽ മറ്റൊരു കുട്ടി 15 മിനിറ്റ് കുടിച്ചു എന്നൊന്നും പറയരുത്. നമ്മുടെ കുട്ടിക്ക് ആവശ്യമുള്ളതാണ് കുട്ടി കുടിക്കുകയുള്ളൂ. ഇപ്പോൾ കുട്ടി ഒരു ദിവസം 6 തൊട്ട് 8 പ്രാവശ്യം വരെ പീ ചെയ്യണുണ്ടോ എന്നൊക്കെ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും. കുട്ടിക്ക് ആവശ്യമുള്ളത് കുടിച്ചോട്ടെ. അത് 5 മിനിറ്റ് ആയാലും 2 മിനിറ്റ് ആയാലും പ്രശ്നമില്ല. അതായത് ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ദിവസം ഡോക്ടറോട് ചോദിച്ചു, വാവ കുറച്ച് സമയം മാത്രമേ ഫീഡ് ചെയ്യുന്നുള്ളൂ എന്ന്. അതായത് വാവ ഒരു 3-4 മിനിറ്റൊക്കെ മാത്രമാണ് ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ എവിടെയോ വായിച്ചു കുട്ടി 20 മിനിറ്റോളം ഒക്കെ ഫീഡ് ചെയ്യണം, അല്ലെങ്കിൽ 25 മിനിറ്റോളം ഒക്കെ ഒരു ഫീഡ് ചെയ്യണമെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡോക്ടറോട് ആ സംശയം ചോദിച്ചപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചത് കുട്ടി എത്ര പ്രാവശ്യം ഒരു ദിവസം പീ ചെയ്യണമെന്നാണ്. ഞാൻ എന്നെ നോക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുട്ടി ഒരു 10 പ്രാവശ്യത്തിൽ കൂടുതൽ ഒരു ദിവസം പീ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് കുട്ടിക്ക് ആവശ്യമുള്ളത് കുട്ടിക്ക് കിട്ടുന്നുണ്ട്. കുട്ടിക്ക് ആ 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റത്തെ ഫീഡ് മതിയാവും കുട്ടിക്ക് വയറ് നിറയാനായിട്ട്. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും സമയം നോക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടിക്ക് കിടന്നൊരിക്കലും ഫീഡ് ചെയ്യരുത്. കിടന്ന് ഫീഡ് ചെയ്യുന്നത് കുട്ടിക്ക് ഒരിക്കലും നല്ലതല്ല. അതായത് ജനിച്ചു വീഴുന്ന കുട്ടിക്ക് ഒരിക്കലും കിടന്ന് ഫീഡ് ചെയ്യാനായിട്ടുള്ള കഴിവ് കുട്ടിക്ക് ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ഓർക്കും കുട്ടിക്ക് ഫീഡ് ചെയ്യുമ്പോൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് കിടന്ന് കുടിക്കുന്നതാണെന്ന്. പക്ഷേ ആ കുട്ടിക്ക് ഒരേ പ്രതലത്തിൽ കിടന്ന് കുടിക്കുന്നത് കുട്ടിക്ക് ഒരിക്കലും കംഫർട്ടബിൾ ആയിരിക്കില്ല. എപ്പോഴും കുട്ടിയെ ഫീഡ് ചെയ്യുമ്പോൾ തല അല്പം പൊക്കി പിടിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കിടന്നു കുടിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നമാണ് കുട്ടിക്ക് ഇയർ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അതായത് കുട്ടിയുടെ വായിൽ മിൽക്ക് തങ്ങി നിന്നിട്ട് അത് ചെവി കൂടി ഇറങ്ങി വരാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ സിസേറിയൻ കഴിഞ്ഞതിന് ശേഷം എനിക്ക് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആയിരുന്നു. അതായത് ജസ്റ്റ് ബെഡിൽ നിന്ന് പൊങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു ആഴ്ചകളോളം. അപ്പോൾ ആ സമയത്ത് എനിക്ക് കുട്ടിയെ കിടന്ന് ഫീഡ് ചെയ്യാൻ മാത്രമാണ് പറ്റിക്കൊണ്ടിരുന്നത്. അങ്ങനെ കിടന്ന് ഫീഡ് ചെയ്തൊരു 9-10 ദിവസമായപ്പോൾ തന്നെ വാവയുടെ ചെവിയിൽ ഇൻഫെക്ഷൻ ഉണ്ടായി. അന്ന് ഡോക്ടർ പറഞ്ഞു എത്ര കഷ്ടപ്പെട്ടാലും പതിയെ എണീറ്റിരുന്നിട്ട് ഇരുന്നാണ് കുട്ടിയെ ഫീഡ് ചെയ്യിക്കാവുള്ളൂ എന്ന്. അല്ലെങ്കിൽ ചെവിയിൽ ഇൻഫെക്ഷൻസ് ഉണ്ടായി ചെവിയിൽ ഒരു ഫൗൾ സ്മെല്ലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം ഇന്നേ വരെ ഇരുന്ന് ഫീഡ് ചെയ്യാനായിട്ട് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കമൻറ്റ് സെക്ഷനിലും ആരോ ചോദിച്ചിരുന്നു കുട്ടിയുടെ ചെവിയിൽ നിന്ന് ഫൗൾ സ്മെല്ല് വരുന്നുണ്ടെന്ന്. അപ്പോൾ എന്താണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ കിടന്നാണോ ഫീഡ് ചെയ്യുന്നതെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കിടന്ന് ഫീഡ് ചെയ്യുമ്പോൾ മിൽക്ക് ചെവി കൂടി ഇറങ്ങി വന്ന് അത് ചെവിയിലിരുന്ന് ആ മിൽക്ക് ചീത്തയായി അതിന് ഫൗൾ സ്മെല്ല് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ആ ചെവിയിരുന്ന് മിൽക്ക് കേടാവുന്നത് ചെവിയിൽ ഇൻഫെക്ഷൻസ് വരാനും ആ ഇൻഫെക്ഷൻസ് കൂടിയാൽ അത് ഇയർ ഡ്രംസിനെ വരെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ആ കാര്യം നിങ്ങൾ എന്താണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കിടന്ന് കുടിപ്പിക്കുന്നതിൻ്റെ മറ്റൊരു ദോഷവശം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കിടന്ന് കുടിപ്പിക്കുമ്പോൾ അമ്മമാർക്കൊക്കെ ഭയങ്കര ക്ഷീണമായിരിക്കും ഡെലിവറി കഴിഞ്ഞ സമയത്തൊക്കെ. അപ്പോൾ ഉറങ്ങിപ്പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് കുട്ടിക്ക് ശ്വാസം മുട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റാതെ വരും. അപ്പോൾ എന്താണെങ്കിലും കിടന്ന് കുട്ടിയെ ഫീഡ് ചെയ്യുന്ന കാര്യം പാടെ മറന്നേക്കുക. രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഒക്കെ ഇരുന്ന് മാത്രം കുട്ടിയെ ഫീഡ് ചെയ്യിക്കുക. അതും തല അല്പം പൊക്കി പിടിക്കുക. ഒരു 30 അല്ലെങ്കിൽ 45 ഡിഗ്രി എങ്കിലും ഉയരത്തിൽ കുട്ടിയുടെ തല പൊക്കി പിടിച്ച് വേണം കുട്ടിയെ ഫീഡ് ചെയ്യിക്കാനായിട്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ചില്ലെങ്കിൽ അതിനനുസരിച്ച് ബ്രസ്റ്റ് മിൽക്കിൽ കുറവുണ്ടാവും. അതുപോലെ തന്നെ ബ്രസ്റ്റ് മിൽക്കിലുള്ള വൈറ്റമിൻസും ന്യൂട്രിയൻസും ഒക്കെ കുറയും. അപ്പോൾ നിങ്ങൾ ഓരോ ബ്രസ്റ്റ് ഫീഡിങ്ങിലും ധാരാളമായിട്ട് വെള്ളം കുടിക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് മറന്നു പോകാതിരിക്കാനായിട്ട് ഒരു ബോട്ടിലിലെ വെള്ളം എടുത്ത് അടുത്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഓരോ ഫീഡിന് മുമ്പോ അല്ലെങ്കിൽ ഓരോ ഫീഡിന് ശേഷമോ കൃത്യമായിട്ട് കറക്റ്റായിട്ട് വെള്ളം കുടിക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് അലാറം പോലും വെക്കാവുന്നതാണ്. അത്ര ഇമ്പോർട്ടൻസ് ആണ് വെള്ളത്തിൻ്റെ സ്ഥാനം. അപ്പോൾ വെള്ളം കുടിക്കുന്ന കാര്യം നിങ്ങൾ എന്താണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കുക. അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വരുവാണെങ്കിൽ അത് കുട്ടിക്കും പകരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഓർക്കരുത് എനിക്ക് അസുഖം വന്ന് ഞാൻ മരുന്ന് കഴിച്ചാൽ ആ മരുന്നിലൂടെ കുട്ടിക്ക് അത് അഫക്റ്റ് ചെയ്യും, അതുകൊണ്ട് മരുന്ന് വാങ്ങിക്കേണ്ട എന്ന് വിചാരിക്കരുത്. അപ്പം തന്നെ മരുന്ന് വാങ്ങിച്ചേക്കുക.
അതെന്താന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ അസുഖം നിർഭാഗ്യവശാൽ കുറച്ച് കൂടി പോവുകയാണെങ്കിൽ അത് കുട്ടിക്ക് പകരാനൊക്കെ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കുട്ടിക്ക് ഫീഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ തന്നെ വേണമെങ്കിൽ ഉണ്ടായേക്കാം. അതുകൊണ്ട് എന്ത് അസുഖം വന്നാലും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കുട്ടിക്ക് ഫീഡ് ചെയ്യുന്ന സമയത്ത് അഫക്റ്റ് ചെയ്യാതെ കഴിക്കാനുള്ള മെഡിസിൻസ് ഒക്കെ ഡോക്ടർ കൃത്യമായിട്ട് തന്നോളും. അപ്പോൾ ആ കാര്യം നിങ്ങൾ എന്താണെങ്കിലും ശ്രദ്ധിച്ചേക്കുക. അതുപോലെ ഈ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാരുടെ ഒരു പ്രോബ്ലം ആണ്, അതും കൂടുതലും ഡെലിവറി കഴിഞ്ഞ സമയത്താണ് കണ്ടുവരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടി ഒരു സൈഡിൽ ഫീഡ് ചെയ്യുമ്പോൾ മറ്റേ സൈഡിൽ കൂടി ലീക്ക് ചെയ്യാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ട്രാവൽ ചെയ്യുന്ന സമയത്തായിരിക്കും ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് വരുന്നത് ഈ ഒരു സിറ്റുവേഷൻ. കാരണം കുട്ടി ഒരു സൈഡിൽ നിന്ന് ഫീഡ് ചെയ്യുമ്പോൾ അടുത്ത സൈഡിൽ നിന്ന് ലീക്ക് ചെയ്യുന്നത് അമ്മമാർക്ക് ശരിക്കും അൺകംഫർട്ടബിൾ ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് ബ്രസ്റ്റ് പാഡ്സ് അല്ലെങ്കിൽ നഴ്സിംഗ് പാഡ്സ് ഉപയോഗിക്കാം. അപ്പോൾ ഈ നഴ്സിംഗ് പാഡ്സിന് എപ്പോഴും ഒരു അബ്സോർപ്ഷൻ കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഈ ലീക്ക് ചെയ്യുന്ന സമയത്ത് ഈ നഴ്സിംഗ് പാഡ്സ് അവിടെ ഉണ്ടെങ്കിൽ ഒരിക്കലും അത് പുറത്തുകൂടി വന്ന് ഡ്രസ്സിൽ കൂടി അത് പ്രത്യക്ഷമാകില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയുള്ള അമ്മമാർ തീർച്ചയായും ഈ ബ്രസ്റ്റ് പാഡ്സ് അല്ലെങ്കിൽ ഈ നഴ്സിംഗ് പാഡ്സ് വാങ്ങി ഉപയോഗിക്കുക. വളരെ കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെയുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫീഡ് ചെയ്യുമ്പോൾ ഒരു കംഫർട്ടിന് വേണ്ടി ബ്രസ്റ്റ് ഫീഡിങ് പില്ലോസൊക്കെ ഉപയോഗിക്കാം. ബ്രസ്റ്റ് ഫീഡിങ് പില്ലോസൊക്കെ ഇപ്പോൾ മാർക്കറ്റിലൊക്കെ ഒരുപാട് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ കയ്യിൽ വെച്ചാണ് കുട്ടിയെ എപ്പോഴും ഫീഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫിസിക്കലായിട്ട് കുറച്ച് ഡിസ്കംഫർട്ടൊക്കെ ഉണ്ടാവും. അതായത് ഷോൾഡർ പെയിന്, ബാക്ക് പെയിനൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കംഫർട്ടിന് വേണ്ടി ഈ സപ്പോർട്ട് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ആ പെയിനൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണെങ്കിലും ഈ നഴ്സിംഗ് പാഡ്സിൻ്റെയും അതുപോലെ സപ്പോർട്ടിംഗ് പില്ലോസിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യട്ടോ. അപ്പോൾ ഇത്രയും കാര്യമാണ് എനിക്ക് ഈ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാരോട് പറയാനുള്ളത്. ഇപ്പം തന്നെ ഒരുപാട് കാര്യമായല്ലേ, ഇത്രയും അല്ല ശരിക്കും പറയാനുള്ളത്, ഇനിയും ഒരുപാടുണ്ട്. പക്ഷെ ഇത്രയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ബ്രസ്റ്റ് മിൽക്ക് സപ്ലൈ കൂട്ടാനുള്ള വീഡിയോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തായിരുന്നു. അത് ഞാൻ എന്താണെങ്കിലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നൊരു കുഞ്ഞാവയുടെ ബർത്ത്ഡേ ഉണ്ട് കേട്ടോ. കുഞ്ഞാവയുടെ പേര് ആലിയ എലൈൻ, ബേബി ഓഫ് നീനു സുജിൻ. അപ്പോൾ വാവയ്ക്ക് ഇസാൻസ് വേൾഡിൻ്റെ ഒരുപാട് ബർത്ത്ഡേ വിഷസ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ, ടേക്ക് കെയർ.